ശബരിമല ഉൾപ്പെടെയുള്ള പല തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. പത്തനംതിട്ടയുടെ വനപ്രദേശങ്ങളിൽ ഇപ്പോൾ അജ്ഞാത സംഘങ്ങളുടെ സാന്നിധ്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വലിയ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് നമുക്കറിയാവുന്നതാണ്, ശബരിമല സന്ദർശിക്കാനായി രാഷ്ട്രപതി തന്നെ ഒരു ഡേറ്റ് നൽകിയിരുന്നു. പിന്നീട് ആ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ആ ഡേറ്റ് തന്നെ മാറിപ്പോകുന്നത്. എന്തായാലും വരും കാലങ്ങളിൽ തന്നെ ഈ വർഷം തന്നെ രാഷ്ട്രപതി അവിടെ എത്താനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ രാഷ്ട്രപതി വരുന്ന ഒരു സ്ഥലത്ത് ഇത് എങ്ങനെയായിരിക്കും അജ്ഞാത സംഘങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുക? ഇത് വനപ്രദേശമാണിത്. പത്തനംതിട്ട ജില്ലയിലെ നല്ലൊരു ഭാഗം, പ്രത്യേകിച്ച് ശബരിമല വരുന്ന പ്രദേശം കൊടുംവനമാണ്. അതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് അതിർത്തി കൂടിയാണ്, തമിഴ്നാട് അതിർത്തി കൂടിയാണ്. ഒരു കാലത്തൊക്കെ വീരപ്പനുമൊക്കെ ഒരുപാട് മൂവ് ചെയ്ത വനപ്രദേശം കൂടിയാണ്. 18 മലകളാണല്ലോ ശബരിമലയിൽ നിൽക്കുന്നത്, ശബരിമലയ്ക്കകത്തുള്ളത്. അതിലൊരു മലയാണ് ശബരിമലയിൽ. അപ്പോൾ ഇവിടെ ഒരു അജ്ഞാത സംഘം ഇങ്ങനെ ഇതിനകത്തുണ്ട് എന്നാണ് വന്നിരിക്കുന്ന ഒരു വാർത്ത. കാരണം ഇത് അങ്ങനെ അജ്ഞാത സംഘം എന്ന് പറയാൻ കാര്യം, സമീപത്തുള്ള ഈ മലയോര മേഖലകളിലൊക്കെയുള്ള വീടുകളിൽ നിന്ന് ഈ പാത്രം, വസ്ത്രം, മറ്റ് ആഹാര സാധനങ്ങളൊക്കെ മോഷണം പോകും. അജ്ഞാത സംഘമായിട്ട് കഴിയുന്ന ഇവർക്ക് പൊതു ഇടങ്ങളിൽ വന്ന് ഇതൊന്നും വാങ്ങിക്കൊണ്ടു പോകാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇതിനോട് ചേർന്നുള്ള വീടുകളുണ്ട്. വളരെ പാവം പിടിച്ച ആൾക്കാരാണ് ഇവരൊക്കെ, എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നവരാണ്. ആ തക്കം നോക്കി ഈ വീടുകളിൽ നിന്ന് അരി, അതുപോലുള്ള വസ്ത്രം, ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു എന്നിട്ടുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ നിസ്സാരപ്പെട്ടതായിട്ട് കരുതരുത്. സംസ്ഥാനം മാവോയിസ്റ്റ് മുക്ത കേരളം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാവോയിസ്റ്റുകളാണോ എന്നുള്ളതിനകത്ത് ഒരു സംശയമുണ്ട്. ശരി, മാവോയിസ്റ്റുകളാണ്, മുക്തഭാരതമാണെന്നുണ്ടെങ്കിൽ ഇതൊരു പക്ഷേ മറ്റ് കേരളം പലപ്പോഴും പല തീവ്രവാദികളുടെയും തീവ്രവാദ സംഘങ്ങളുടെയും ഒക്കെ ഒരു പരിശീലനം. അതെ, ഇത്തരം കാടുകൾ കേന്ദ്രീകരിച്ച് മുൻപും ഇസ്ലാമിക ഭീകരവാദികൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതായുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്, അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലരെയും പിടികൂടിയിട്ടുണ്ട്. വാഗമൺ ഒക്കെ ആ പ്രദേശത്ത് വരുന്നതാണ്. അതിനേക്കാളും വളരെ വലിയ വനപ്രദേശമാണിത്, സുഖകരമാണെന്നുള്ളതാണ്. ഇപ്പം ശബരിമല പോലുള്ള വനപ്രദേശത്തിനകത്ത് തങ്ങുകയാണെങ്കിൽ പോലും ഇവർക്ക് അത്യാവശ്യത്തിന് അവിടെ വേണ്ടതായ ചില കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ശബരിമലയിൽ നമുക്കറിയാം, വളരെ കുറച്ച് ദിവസങ്ങളല്ലേ അവിടെ നട തുറക്കുന്നുള്ളൂ. ബാക്കി സമയത്തൊക്കെ അവിടെ മരാമത്ത് പണിക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. KSEB ആയാലും വാട്ടർ അതോറിറ്റി ആയാലും പൊതുമരാമത്തായാലും എല്ലാം. പക്ഷേ അതിലൊക്കെ 1-2 ആൾക്കാർക്ക് മാത്രമേ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാണത്തുള്ളൂ. പമ്പയിൽ പോലീസ് സ്റ്റേഷനുണ്ട്, പമ്പയിൽ KSRTC സ്റ്റാൻഡുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് കൊടും വനത്തിനകത്താണ്. ഈ സന്ധ്യയായി കഴിഞ്ഞാൽ പിന്നെ ഈ അവിടെ ഉള്ളവരൊക്കെ തന്നെ പുറത്തോട്ട് ഇറങ്ങത്തില്ല, വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങും. ഇപ്പം ശബരിമലയിൽ സന്നിധാനത്തിൽ സീസൺ കഴിഞ്ഞാൽ അവിടെ സുരക്ഷയില്ലല്ലേ? സീസൺ കഴിഞ്ഞാൽ സുരക്ഷയെന്നല്ല, അത് കാരണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പല തന്ത്രപ്രധാന മേഖലയിലും ഈ സാധാരണക്കാർ തന്നെ കയറി പോകുന്ന വാർത്തകൾ നാം ഇടക്കാലത്തല്ലേ ശ്രദ്ധിച്ചു. അങ്ങനെ അനുവദിക്കത്തില്ല. കാരണം ഈ പമ്പയിലേക്ക് നമുക്കൊക്കെ എല്ലാ ദിവസവും ചെല്ലാം. അവിടെ ഈ ക്ഷേത്രനടയുണ്ടല്ലോ, ഗണപതി, ഹനുമാൻ ഒക്കെ ഉണ്ട്, നിത്യപൂജയുണ്ട് അവിടെ. അത് പലർക്കും അറിയത്തില്ല. എല്ലാവരും വിചാരിച്ച് ശബരിമല അടയ്ക്കുമ്പോൾ അവിടെ അടച്ചത് അല്ല. പ്രധാനപ്പെട്ട ഡിപ്പോകളിൽ നിന്നൊക്കെ തന്നെ ദിവസവും പമ്പയിലേക്ക് ബസ് സർവീസുമുണ്ട്, വളരെ കുറച്ച് ആൾക്കാരും ഒക്കെ ആയിട്ട്. പിന്നെ ഇനി ഈ വനമേഖലയിൽ ഇത് ഗൂട്രിക്കൽ പ്രദേശമാണ്, വന റേഞ്ച് വരുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ശബരിമല മാത്രമല്ല ഇവിടെ ഉള്ളത്, പൊന്നമ്പലമേട്, ഗവി, വൻകിട ഡാമുകൾ വരെ ഉണ്ടെന്നുള്ളത് ആലോചിക്കണം. ശബരിഗിരി അല്ലേ, മൂഴിയാറ്, വൻകിട ഡാമുകളുണ്ട്. പൊന്നമ്പലമേട് എന്ന് പറയുന്ന അതീവ സുരക്ഷാ മേഖലയാണ്. ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശം തന്നെയുണ്ട്. അവിടെ 24 മണിക്കൂർ 365 ദിവസവും അവിടെ പ്രത്യേക നിരീക്ഷണത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. വലിയ ടവറിലാണ് അവിടെ ഗാർഡ് കയറി നിന്ന് നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയാണ്. കാരണം അവിടെ നിന്നുള്ള ചിത്രങ്ങളും മറ്റുമൊക്കെ ഇടയ്ക്ക് എടുത്ത് ദൃശ്യങ്ങളൊക്കെ എടുത്ത് പുറം ലോകത്തേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ കൊടും വനമാണ്.
വൻ മൃഗങ്ങളൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ തീർത്ഥാടന കാലം കഴിയുമ്പോൾ അവിടെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഇടമാണ്, ആ മൃഗങ്ങളുടെ ഇടമാണ്. നമ്മളാണല്ലോ അവിടെ കയറി കയ്യേറി അതെന്നുള്ളത്. ആ വന്യമൃഗങ്ങളൊക്കെ അവിടെ ഇറങ്ങി വരാറുമുണ്ട്. അപ്പോൾ ഈ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ അവിടെ ഉള്ളവരൊക്കെ തന്നെ പണിക്കാരായാലും മറ്റുള്ളവരെല്ലാം അവരുടെ മുറികളിലേക്ക് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിന്നെ ഗവി പോലുള്ള വിനോദ സഞ്ചാര മേഖല, വൻകിട ഡാമുകൾ ഒക്കെ നിലനിൽക്കുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ പ്ലാപ്പള്ളി, ഇലവുങ്കൽ ഭാഗത്ത് ഈ ഫോറസ്റ്റിൻ്റെ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ അജ്ഞാത സംഘം വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രപതി അധികം വൈകാതെ ശബരിമല ദർശനം നടത്താൻ പരിപാടി ഇട്ടിരിക്കുകയാണ്. നിലയ്ക്കൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി അവിടെ നിന്ന് റോഡ് മാർഗം പമ്പയിലെത്തി അവിടെ നിന്ന് നടന്നോ അല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ ആംബുലൻസിലോ പോകാനുള്ള നീക്കമാണ്. ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ സമ്മർദ്ദത്തെ തുടർന്ന് നരേന്ദ്രമോദി ശബരിമല സന്ദർശിക്കുന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പിന്നീട് ഇവർ വന്ന് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകാർ വന്ന് എല്ലായിടവും നോക്കിയിട്ട് അത് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ എഴുതി കൊടുത്തത്. കാരണം അത് പറ്റില്ല എന്ന്. കാരണം അത്ര സുരക്ഷിതമായിട്ടുള്ളതല്ല. കാരണം വനത്തിനകത്തൂടെയാണ് ഈ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഈ തന്ത്രപ്രധാനമായ വനമേഖലയിലാണ് ഈ അജ്ഞാത സംഘങ്ങളുടെ സാന്നിധ്യം. അപ്പോൾ നമ്മളിനിയും കാണേണ്ടത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല തീവ്രവാദ സംഘങ്ങളും കേരളത്തിൽ ഒരു ഹബ്ബാക്കിയിട്ടുണ്ട്. കേരളം ഒരു സുരക്ഷിതമായിട്ടുള്ള ഇടമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇവർക്ക് പരിശീലനത്തിനും പലതരത്തിലുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതിനും പറ്റിയ ഇടമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല നിൽക്കുന്ന വനം എന്ന് പറയുന്നത് വലിയ ഡീപ്പായിട്ടുള്ളതാണ്. അവിടെ ഒരുവിധപ്പെട്ടവർ അങ്ങോട്ടേക്ക് അടുക്കത്തില്ല. ഇപ്പം നമുക്കറിയാം, ഈ വനത്തിനോടൊക്കെ തന്നെ ചേർന്ന് കുറച്ചങ്ങോട്ട് മാറി മാത്രമാണ് ജനവാസമുള്ളത്. അതും വലിയ രീതിയിലില്ല. അപ്പോൾ അവിടെയൊക്കെ ഉള്ള വീടുകളിൽ നിന്നാണ് ഇവർ വന്ന് ചെറിയ ചെറിയ മോഷണമൊക്കെ നടത്തി പിന്നെ കൊണ്ടുപോകുന്നത്. ഇപ്പം ഇതിനകത്തൊരു സംശയം ആദ്യം ഉണ്ടായി, പ്രദേശത്തെ ഏതെങ്കിലും മാനസിക വൈകല്യമുള്ള ആരെങ്കിലും ആകാം സംഭവത്തിന് പിന്നിലെന്നൊക്കെ പോലീസ് അന്വേഷിച്ചു. അതൊന്നും അല്ല എന്നാണ് കണ്ടിട്ടുള്ളത്. മുമ്പ് ഈ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു റേഞ്ചാണ് ഈ ഗൂഡ്രിക്കൽ വടശ്ശേരിക്കൽ റേഞ്ചുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സംശയം, മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ശബരിമല വനത്തിലുണ്ടോ എന്നുള്ളത്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മറ്റു ചില തീവ്രവാദ സംഘങ്ങളുടെയും നുഴഞ്ഞുകയറ്റമാണോ എന്നുള്ളതാണ്. എന്തായാലും അതീവ സുരക്ഷാ മേഖലയാണ് ഇത്. അതീവ ഗുരുതരമായിട്ടുള്ള കാര്യവും ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.